വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കണമെന്നാണ് എ പി അനിൽകുമാർ MLA പറയുന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കും. LDFന്റെയും NDAയുടെയും വോട്ടുകളാണ് മുഴുവനും പോൾ ചെയ്യാത്തത്. ക്രിസ്ത്യൻ വോട്ടുകൾ കുറഞ്ഞതല്ല പോളിംഗ് ശതമാനത്തെ ബാധിച്ചതെന്നും അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട് പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉയരാത്തതാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആശങ്കയിലാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് 5 ലക്ഷമെന്ന സ്വപ്ന ഭൂരിപക്ഷമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് UDF ക്യാമ്പിനെ കുറച്ചൊന്ന് നിരാശയിലാക്കിയിട്ടുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് AP അനിൽകുമാർ MLA ആണ്. ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് തന്നെയാണ് വലിയൊരു ചർച്ചയാവുന്നത്. എങ്ങനെ കാണുന്നത്? പോളിംഗ് ശതമാനത്തിലെ കുറവ് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തെ ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞത് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് അങ്ങനെ ഈ സാഹചര്യത്തിലാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളത് ചിന്തിക്കുന്നേയില്ല. നല്ല ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അത് തർക്കമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു 6% വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, ഏതെല്ലാം ഘടകങ്ങളാണ് ഈ കുറവിനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ള പ്രത്യേകം പരിശോധിക്കണം. ഇതിൽ പല കാര്യങ്ങളും ഇപ്പോഴും തന്നെ ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നത്, ഒന്ന് എന്തായാലും വിജയം ഉറപ്പിച്ച ഒരു മണ്ഡലം, അവിടെ അത്തരത്തിലൊരു മത്സരം നടന്നു എന്ന തരത്തിലുള്ള ഒരു ഇവാലുവേഷൻ. 2 ക്രിസ്ത്യൻ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയോ എന്നൊരു ചോദ്യം. 3 പ്രവാസി വോട്ടുകളും കേരളത്തിന് പുറത്തുള്ളവർ വോട്ട് ചെയ്യാതെ വന്നോ എന്നുള്ളൊരു കാര്യം. ഈ 3 ഘടകങ്ങൾ എങ്ങനെ കാണും? ഞാൻ പറഞ്ഞത് ഇത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ചോർച്ച എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ വൈസ് ക്രിസ്ത്യൻ വോട്ടുകളുടെ പോപ്പുലേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കുറഞ്ഞു. എനിക്കും 5-6% വോട്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറയേണ്ട കാര്യമില്ല. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ പോയതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല. അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ക്യാമ്പുകളിൽ വേണ്ടത്ര ആവേശം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ക്യാമ്പുകളിൽ പല സ്ഥലത്തും പോളിംഗ് വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഇവിടെ പ്രസക്തമായൊരു പാർട്ടിയല്ല. 10%, 12% അവർക്ക് ലഭിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതുപോലും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം. കാരണം അവരുടെ കേന്ദ്രങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പല ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു പോളിംഗിലെ ശതമാനക്കുറവ് ഉണ്ടായിട്ടുള്ളത്. അതെന്തായാലും അത് പ്രത്യേകം പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. 5 ലക്ഷം എന്ന വലിയൊരു ഭൂരിപക്ഷമായിരുന്നു പ്രചരണ സമയത്ത് UDF തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് എത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. എത്രയാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. അതിനകത്ത് ഈ പോളിംഗ് പെർസെൻറ്റേജ് അത് ബാധിക്കുന്നൊരു പ്രശ്നമല്ല. നല്ല വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മാത്രമല്ല, പൊതുവെ ഞങ്ങൾ എല്ലാ ഭാഗത്തും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ UDF കേന്ദ്രങ്ങളിൽ പരമാവധി ചെയ്യേണ്ട വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വെക്കേഷൻ സമയം അല്ലാത്തതുകൊണ്ട് കുട്ടികൾ പലരും പുറത്ത് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് 100 കണക്കിന് വോട്ടുകൾ അതുപോലെ ബാംഗ്ലൂർ, മൈസൂർ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വരാനും വന്ന് വോട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പലയിടത്ത് എക്സാം നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാസി വോട്ടുകളുടെ കാര്യത്തിലും അതുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചില ഘടകങ്ങളുണ്ടായി. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള കുറവ് വന്നിട്ടുള്ളത്. ഉറപ്പിച്ചിടത്ത് UDFന്റെ ഭാഗത്ത് ഒരു നിസ്സംഗത അനുഭാവികളെ ഭാഗത്തുണ്ടെന്ന് കരുതാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം വളരെ സജീവമായിരുന്നു. 2024 പൊതുതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ. വളരെ ആവേശകരമായിട്ടാണ് വർക്കേഴ്സ് ഫീൽഡിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ആശങ്ക ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആ സന്ദർഭത്തിൽ തോന്നിയിട്ടില്ല. വിശദമായിട്ട് തന്നെ ഇത് UDF പഠിക്കും ഇവർ തീർച്ചയായിട്ടും. അതായത് കേരളം പോലുള്ള സംസ്ഥാനത്ത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് കുറയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് രാഷ്ട്രീയമായി വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ കാണുന്ന ഒരു സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത്
ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കും. അതിന് അവസാന കണക്ക് വരുന്നേ ഉള്ളൂ. എത്ര ശതമാനം ഓരോ നിയോജകമണ്ഡലത്തിലും കുറഞ്ഞു, ഏതേത് പ്രദേശങ്ങളിലാണ് കുറഞ്ഞത്, അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷമേ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് ശതമാനം എങ്ങനെ കുറഞ്ഞു എന്നതിനെക്കുറിച്ച് പഠിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി നേടും എന്നും UDF പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും വിലയിരുത്തലുമാണ് നമ്മോട് പങ്കുവച്ചത്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.